എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചാപ്റ്റർ 1 സെറ്റ്സ് എന്നതാണ് ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ കുറച്ച് സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സെറ്റ് എന്താണ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് സെറ്റുകളിൽ നമ്മൾ ഇനി കുറച്ച് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതേപോലെ സെറ്റുകളിലെ പ്രോബ്ലംസ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് വരുന്നത് സബ്സെറ്റ്സ് എന്നുള്ള ഒരു ടോപ്പിക് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. അപ്പോ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സബ്സെറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ സബ്സെറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമ്മൾ എഴുതണമെങ്കിൽ, ഓക്കെ, ഒരു എ എന്നുള്ള സെറ്റ് ബി എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആകണമെങ്കിൽ ഇഫ് ഓൾ എലമെന്റ്സ്, ഓക്കെ, ഓൾ എലമെന്റ്സ് ഓഫ് എ ആർ ഇൻ ബി, അതായത് എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും ബി എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ എഴുതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാം. ഒരു ബേസിക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എഴുതാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 കൺസിഡർ ചെയ്തു. അതേപോലെ ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്ന രണ്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിൽ നോക്കി നോക്കൂ, എ എന്ന സെറ്റിൽ 1 2 3 അതാണ് എലമെന്റ്സ് ഉള്ളത്. ബിയിലെ 1 2 3 4 അതാണ് എലമെന്റ്സ് ഉള്ളത്. നോക്കി നോക്കൂ, എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. ഓക്കെ, എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇതാണ് അതിന്റെ സിമ്പൽ വരുന്നത്. ഓക്കെ, ഒരു സി, ക്യാപിറ്റൽ സി എഴുതുന്ന പോലെയാണ് സിമ്പിൾ വരുന്നത് അതിന്റെ. ഈ ഒരു കേസിലെ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് എ കോമ ഇ എന്ന് കൺസിഡർ ചെയ്തു. ബി ഈക്വൽ ടു, ബി എന്നത് സെറ്റ് ഓഫ് ഓൾ വവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് എ ഇ ഐ ഒ യു എന്ന സെറ്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇവിടെ അതെ എ എന്ന സെറ്റിലെ രണ്ട് എലമെന്റ്സേ ഉള്ളൂ, എ കോമ ഇ എന്ന രണ്ട് എലമെന്റ്സേ ഉള്ളൂ. ബി എന്ന സെറ്റിലെ എ ഇ ഐ ഒ യു എന്നീ 5 എലമെന്റ്സ് ഉണ്ട്. അതിൽ നോക്കി നോക്കൂ, എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് പറയാം എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാം. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സും മറ്റൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സബ്സെറ്റ് എന്നുള്ള റിലേഷൻ അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ സബ്സെറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് വരുന്നത് ഇന്റർവെൽസ് എന്നൊരു സെക്ഷൻ ആണ്. ഇന്റർവെൽസ് എന്നുള്ളൊരു സെക്ഷൻ ആണ്. ഇന്റർവെൽസ് എന്താന്ന് നമുക്ക് നോക്കാം. ഇന്റർവെൽ എന്ന് വെച്ചാൽ ആക്ച്വലി അതൊരു ആറിന്റെ സബ്സെറ്റ് ആണ്. റിയൽ ലൈനിന്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ ഇന്റർവെൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻസ് നോക്കാം. 4 ടൈപ്പ് ഇന്റർവെൽസ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി, അതായത് ക്ലോസ്ഡ് എ ആണ് കോമ ക്ലോസ്ഡ് ബി. ഇവിടെ ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഇട്ടിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയാ. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയാ. ക്ലോസ്ഡ് എ കോമ ക്ലോസ്ഡ് ബി, അതിന്റെ ഡെഫിനിഷൻ set of all x such that x belongs to R, comma a less than or equal to x less than or equal to b. അതായത് ക്ലോസ്ഡ് എ ബിയിലത്തെ എലമെന്റ്സ് എന്താന്ന് വെച്ചാൽ എക്കും ബിക്കും ഇടയിലുള്ള ഏതൊക്കെ റിയൽ നമ്പേഴ്സ് ഉണ്ടോ അതാണ് ആ ഇന്റർവെല്ലിലെ എലമെന്റ്സ് വരിക, ഇൻക്ലൂഡിങ് എ ആൻഡ് ബി. അതുകൊണ്ടാണ് എനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതിയത് കൊണ്ടാണ് ബിനെയും അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലോസ്ഡ് എ കോമ ക്ലോസ്ഡ് ബി എന്ന ഇന്റർവെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്കും ബിക്കും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് ആണ്. പിന്നെ അത് എനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ബി എന്ന നമ്പറിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ഇന്റർവെൽ നമുക്ക് നോക്കാം. അടുത്ത ഇന്റർവെൽ വരുന്നത് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓപ്പൺ ഇന്റർവെൽ എ കോമ ബിക്ക് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. അതായത് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഓപ്പൺ ഇന്റർവെലിന് യൂസ് ചെയ്യുക. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ എ കോമ ഓപ്പൺ ഇന്റർവെൽ ബി
അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ set of all x such that x belongs to R, comma a less than x less than b. ഓക്കെ, അതായത് ഓപ്പൺ ഇന്റർവൽ എ കോമ ബി എന്ന് പറഞ്ഞാൽ അത് എക്കും ബിക്കും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ഓപ്പൺ ഇന്റർവൽ എ ആയതുകൊണ്ട് അത് എനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എ ലെസ് ദാൻ എക്സ് എന്ന് എഴുതിയത്. അതായത് എ എന്ന നമ്പർ ആ ഇന്റർവെല്ലിൽ ഉൾപ്പെടുന്നില്ല. പിന്നെ ഓപ്പൺ ഇന്റർവൽ ബി ആയതുകൊണ്ട്, ഓക്കെ, ഓപ്പൺ ഇന്റർവൽ ബി ആയതുകൊണ്ട് ആ സെറ്റിലെ ബിയും ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ലെസ് ദാൻ ബി എന്നുള്ള കണ്ടീഷൻ എഴുതിയത്. ഓക്കെ, ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ എയും ഇൻക്ലൂഡഡ് അല്ല, ബിയും ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ അതിനിടയിലുള്ള എല്ലാ എലിമെന്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി വേറൊരു സെറ്റ് കൂടി നമുക്ക് നോക്കാം. ക്ലോസ്ഡ് എ കോമ ഓപ്പൺ ബി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ, ഇവിടെ ക്ലോസ്ഡ് എ ആണ്. ഓക്കെ, ക്ലോസ്ഡ് എ ആയതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എ ആണ്. അപ്പൊ അത് എനെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. പക്ഷെ ഓപ്പൺ ബ്രാക്കറ്റ് ബി ആയതുകൊണ്ട് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റില്ല, ലെസ് ദാൻ ബി ആണ്. അതായത് ക്ലോസ്ഡ് എ കോമ ഓപ്പൺ ബി എന്ന ഇന്റർവെല്ലില് എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ എലിമെന്റ്സും ഉണ്ടാവും, പിന്നെ എയും ഉണ്ടാവും. ക്ലോസ്ഡ് എ ആയതുകൊണ്ട് എ എന്ന എലമെന്റും ഉണ്ടാകും. പക്ഷേ ഓപ്പൺ ബ്രാക്കറ്റ് ബി ആയതുകൊണ്ട് ബി എന്ന എലമെന്റ് അതിലുണ്ടാവില്ല. ക്ലോസ്ഡ് എ കോമ ഓപ്പൺ ബി എന്ന് പറയുമ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്, എയും ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ബി ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ എ കോമ ക്ലോസ് ടു ബി, ഞാൻ അതിന്റെ ഡെഫിനിഷൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓപ്പൺ എ ആയതുകൊണ്ട് ആ ഇന്റർവെല്ലില് എ ഉണ്ടാകില്ല, ക്ലോസ് ടു ബി ആയതുകൊണ്ട് ആ ഇന്റർവെല്ലില് ബി ഉണ്ടാവും. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതാണ് ഓപ്പൺ എ കോമ ക്ലോസ് ടു ബിയുടെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള റിയൽ ലൈനിന്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ ഇന്റർവെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോസ്ഡ് 0-2 ആണ്. ക്ലോസ്ഡ് 0, ക്ലോസ്ഡ് 2. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ എഴുതിയ പ്രകാരം ഇങ്ങനെയാണ് വരിക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. കാരണം ക്ലോസ്ഡ് 0 ആണ്, അതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, കാരണം ക്ലോസ്ഡ് 2 ആണ്, അപ്പൊ അത് 2നെ കൂടി ഇൻക്ലൂഡ് ചെയ്യും. 2 എന്ന റിയൽ നമ്പറിനെ കൂടി ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് ക്ലോസ്ഡ് 0, ക്ലോസ്ഡ് 2 എന്ന് പറയുമ്പോൾ 0ക്കും 2ക്കും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് ആണ്. അത് 0നെ ഇൻക്ലൂഡ് ചെയ്യും, അതേപോലെ 2 എന്ന റിയൽ നമ്പറിനെയും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. അടുത്ത എക്സാമ്പിളില് ഓപ്പൺ 1, ക്ലോസ്ഡ് 3 എന്ന് എഴുതും. ഓക്കെ, ഓപ്പൺ 1, ക്ലോസ്ഡ് 3. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ 1 ലെസ് ദാൻ എക്സ്. എന്തുകൊണ്ടാണ് 1 ലെസ് ദാൻ എക്സ് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ഓപ്പൺ 1 ആണ്. ഓക്കെ, ഓപ്പൺ ഇന്റർവൽ 1 ആയതുകൊണ്ടാണ് നമ്മൾ 1 ലെസ് ദാൻ എക്സ് എഴുതിയത്. പക്ഷെ ക്ലോസ്ഡ് 3 ആയതുകൊണ്ട് നമുക്ക് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതാം. അതായത് ഈ ഇന്റർവെല്ലിന്റെ പ്രത്യേകത 1നും 3നും ഇടയിലുള്ള എല്ലാ എലിമെന്റ്സിനെയും ഈ ഒരു ഇന്റർവെൽ ഇൻക്ലൂഡ് ചെയ്യും, പിന്നെ 1നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷെ ക്ലോസ്ഡ് 3 ആയതുകൊണ്ട് 3നെ അത് ഇൻക്ലൂഡ് ചെയ്യും. ഓപ്പൺ 1, ക്ലോസ്ഡ് 3യിലെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 1നും 3നും ഇടയിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാവും. അതായത് 1.5 ഉണ്ടാവും, 2 ഉണ്ടാവും, 2.5, 2.8 അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ടാവും. 1 ഉണ്ടാവില്ല, 3 എക്സിസ്റ്റ് ചെയ്യും, ഇൻക്ലൂഡഡ് ആണ്. അതാണ് ആ ഒരു സെറ്റ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്റർവെൽസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത്രയാണ് ഇന്റർവെൽസ് എന്നുള്ള ഒരു സെക്ഷൻ വരുന്നത്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. ഇനി നമ്മൾ സെറ്റിൽ കുറച്ച് ഓപ്പറേഷൻസ് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ
നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് മാത്തമാറ്റിക്സിലെ ഓപ്പറേഷൻസ്. അതായത് രണ്ട് നമ്പേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്ലസ്, അഡീഷൻ, സം, ഡിഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനാണ് നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ സെറ്റില് ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന് പകരം നമ്മൾ വേറെ കുറച്ച് ഓപ്പറേഷൻസ് ആണ് പഠിക്കുന്നത്. അതാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്പറേഷൻ വരുന്നത് യൂണിയൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്പറേഷൻ വരുന്നത് യൂണിയൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് സെറ്റുകളിലെ യൂണിയൻ എന്താണെന്നാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ സിമ്പൽ വരുന്നത് യു എന്ന സിമ്പലാണ്. യൂണിയന്റെ സിമ്പൽ യു എന്ന സിമ്പലാണ്. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഒരു സെറ്റ് ഞാൻ എ കൺസിഡർ ചെയ്തു, വേറെ സെറ്റ് ബി കൺസിഡർ ചെയ്തു. അതിന്റെ യൂണിയനെ നമ്മൾ എ യൂണിയൻ ബി എന്നാണ് എഴുതുക. ഓക്കെ, എ യൂണിയൻ ബി എന്നാണ് എഴുതുക. അതിന്റെ ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ? ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ആ ഓറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതായത് ഒരു എലമെന്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നെങ്കിൽ അത് എയിലെ എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ബിയിലത്തെ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, എ യൂണിയൻ ബിയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് എയിൽ നിന്നുള്ള എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബിയിലെ എലമെന്റ് ആയിരിക്കണം. അതായത് എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെറ്റ് ആണ് എ യൂണിയൻ ബി. ഓക്കെ, എക്സാമ്പിൾ എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. യൂണിയന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. എ ഈക്വൽ ടു ഞാൻ സെറ്റ് 1 2 3 എന്ന് കൺസിഡർ ചെയ്തു. ബി ഈക്വൽ ടു സെറ്റ് 3 4 5 എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, നമുക്ക് അതിന്റെ യൂണിയൻ എഴുതി നോക്കാം. എ യൂണിയൻ ബി ഈക്വൽ ടു, യൂണിയന്റെ ഡെഫിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. യൂണിയൻ എന്ന് പറഞ്ഞാൽ അത് എയിലത്തെ എലമെന്റ്സിനെയും ബിയിലത്തെ എലമെന്റ്സിനെയും എല്ലാ എലമെന്റ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ എലമെന്റ്സ് ആയിട്ട് നോക്കാം. ഈ 1 ഉള്ള എലമെന്റ് എയിലുണ്ട്, ഇപ്പൊ യൂണിയനിലും 1 ഉണ്ടാവും. പിന്നെ 2 എന്നുള്ള എലമെന്റ് എയിലുണ്ട്, അപ്പൊ 2 നമുക്ക് യൂണിയനിൽ എഴുതാം. 3 എന്നുള്ള എലമെന്റ് എയിലുണ്ട്, അപ്പൊ അത് നമുക്ക് അതിന്റെ യൂണിയനിൽ എഴുതാം. ഇത്ര എലമെന്റ്സ് നമുക്ക് എയിൽ നിന്ന് കിട്ടി. ഇനി ബിയിലെ എലമെന്റ്സ് നോക്കുമ്പോൾ ബിയിലെ ഫസ്റ്റ് എലമെന്റ് 3 ആണ്. പക്ഷെ 3 നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബിയില് 3 എന്ന എലമെന്റ് ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും റിപ്പീറ്റേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, എപ്പോഴും ഒരു സെറ്റില് ഒരു എലമെന്റ് ഒറ്റ തവണ എഴുതാൻ പാടുള്ളൂ. അപ്പൊ 3 നമുക്ക് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ബിയിലുള്ള അടുത്ത എലമെന്റ് 4 ആണ്. അത് നമ്മൾ എഴുതിയിട്ടില്ല, അതുകൊണ്ട് യൂണിയനിൽ 4 ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ബിയിലെ അടുത്ത എലമെന്റ് 5 ആണ്, നമ്മൾ എഴുതാത്തത് കൊണ്ട് 5ഉം ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വേറെ എക്സ്ട്രാ എലമെന്റ്സ് ഒന്നും ഇല്ല. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ യൂണിയൻ എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സിനെയും നമ്മൾ നേരത്തെ എഴുതുന്നു. ഓക്കെ, എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എടുത്ത് എഴുതുന്നു. ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഡെഫിനേഷൻ ആണ് ഓർത്ത് വെക്കേണ്ടത്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതാണ് യൂണിയൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്പറേഷനിലേക്ക് കിടക്കാം. യൂണിയൻ കഴിഞ്ഞാലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ എന്നുള്ള ഓപ്പറേഷൻ. ഓക്കെ, ഇന്റർസെക്ഷൻ എന്നുള്ള ഓപ്പറേഷൻ. യൂണിയന്റെ സിമ്പൽ യു ആയിരുന്നു. ഇന്റർസെക്ഷനെ യു തിരിച്ചിട്ടുള്ള ഒരു സിമ്പലാണ്. ഓക്കെ, യുവിനെ തിരിച്ചിട്ടുള്ള ഒരു സിമ്പലാണ് നമ്മൾ ഇന്റർസെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ യൂണിയൻ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ആയിരുന്നു. പക്ഷെ ഇന്റർസെക്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ
ആൻഡ് ആണ്. ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ, അതാണ് ഇന്റർസെക്ഷന്റെ ഡെഫിനേഷൻ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ആൻഡ് ആണ്. നേരത്തെ ഓറായിരുന്നു, ഇവിടെ ആൻഡ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ, രണ്ട് സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെ എയിലെയും എലമെന്റ് ഉണ്ടായിരിക്കണം ആൻഡ് ബിയിലെയും എലമെന്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു എലമെന്റ് ഇന്റർസെക്ഷനിൽ വരണമെങ്കിൽ അത് എയിലും ഉണ്ടായിരിക്കണം ബിയിലും ഉണ്ടായിരിക്കണം. അതായത് രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, ഒരു എലമെന്റ് എയിലും ബിയിലും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇന്റർസെക്ഷനിൽ എഴുതാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2 4 6 എന്ന് കൺസിഡർ ചെയ്യും. ബി ഈക്വൽ ടു സെറ്റ് 3 4 6 7 എന്ന് കൺസിഡർ ചെയ്തു. രണ്ട് സെറ്റ് കൺസിഡർ ചെയ്തു. ഇതിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ ഇന്റർസെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റർസെക്ഷൻ ഞാൻ പറഞ്ഞു, രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണോ അതാണ് ഇന്റർസെക്ഷനിൽ വരും. ഇപ്പൊ നോക്കി നോക്കൂ, രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് 4 രണ്ട് സെറ്റിലും കോമൺ ആണ്. 4 എന്നുള്ള എലമെന്റ് എയിലുണ്ട്, 4 എന്നുള്ള എലമെന്റ് ബിയിലും ഉണ്ട്. അപ്പൊ ഇന്റർസെക്ഷനിലെ 4 എന്നുള്ള എലമെന്റ് ഉണ്ടാവും. പിന്നെ 6 എന്നുള്ള എലമെന്റ് എയിലുണ്ട്, 6 എന്നുള്ള എലമെന്റ് ബിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്റർസെക്ഷനിലെ 6ഉം ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇന്റർസെക്ഷൻ ബിയിലെ രണ്ട് എലമെന്റ്സ് ആണ് വരിക, 4ഉം 6ഉം ആണ് വരിക. ആ രണ്ട് എലമെന്റ്സും വരാൻ കാരണം ആ രണ്ട് എലമെന്റ്സ് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന രണ്ടേ രണ്ട് എലമെന്റ്സ് ഉള്ളൂ, 4ഉം 6ഉം ആണ്. അതുകൊണ്ടാണ് ഇന്റർസെക്ഷനിലെ സെറ്റ് 4, 6. ഓക്കെ, ഇനി ഇന്റർസെക്ഷനിലെ ചില കേസിലെ ഇന്റർസെക്ഷനിലെ എലമെന്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. എ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി സെറ്റ് വരാം, 5 വരാം. ആ ഒരു കേസില് നമ്മൾ ആ സെറ്റ്സിനെ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്നാണ് പറയുക. അതായത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എംപ്റ്റി, ഒറ്റ എലമെന്റ്സും കോമൺ ആയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയും. കാരണം അവ തമ്മിൽ കണക്ഷൻ ഇല്ല, ഡിസ്ജോയിന്റ് ആണ്. അങ്ങനത്തെ എലമെന്റ്സിനെ, അങ്ങനത്തെ സെറ്റുകളെ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാണ്, അടുത്തൊരു ഓപ്പറേഷനിലേക്ക് കിടക്കാണ്. ഇന്റർസെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഡിഫറൻസ് എന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്, അങ്ങനെ ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് ആണ് കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാറുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത് മനസ്സിലാക്കി എടുക്കണം. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എ മൈനസ് ബി അല്ലെങ്കിൽ ബി മൈനസ് എ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എ മൈനസ് ബി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ മൈനസ് ബി. നമ്മൾ സാധാരണ ഡിഫറൻസിന്റെ സിമ്പൽ ആയിട്ടുള്ള മൈനസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എ മൈനസ് ബിയുടെ ഡെഫിനിഷൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. അതായത് ഇത്രയേ ഉള്ളൂ. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ അതിലത്തെ എലമെന്റ്സിന്റെ പ്രത്യേകത എയിലും ഉണ്ടായിരിക്കണം പക്ഷെ ബിയിൽ ഉണ്ടാവരുത്. ഓക്കെ, എയിലത്തെ എലമെന്റ് ആയിരിക്കണം പക്ഷെ അത് ബിയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് എ മൈനസ് ബിയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ബി മൈനസ് ഐയും ഡിസ്കസ് ചെയ്യാം. ബി മൈനസ് ഐയുടെ ഡെഫിനേഷൻ ഇതേപോലെ തന്നെ നമുക്ക് പറയാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അതായത് ബി മൈനസ് എ എന്ന് പറയുമ്പോൾ അതിലത്തെ എലമെന്റ്സിന്റെ പ്രത്യേകത ബിയിലെ എലമെന്റ് ആയിരിക്കണം പക്ഷേ എയിലത്തെ എലമെന്റ് ആകാൻ പാടില്ല. അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ബി മൈനസ് എയിൽ ഉണ്ടാവുക. ഓക്കെ, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സിൽ നിന്ന് ബിയിലത്തെ എലമെന്റ്സ് നമ്മൾ മൈനസ് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിലെ എലമെന്റ്സിൽ നിന്ന് എയിലെ എലമെന്റ്സ് നമ്മൾ മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഡിഫറൻസ് എന്നുള്ള ഒരു ഓപ്പറേഷൻ വരുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്ന് കൺസിഡർ ചെയ്തു. ബി ഈക്വൽ ടു സെറ്റ് 3 4
5 6 കൺസിഡർ ചെയ്തു. രണ്ട് സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് ഇതിലെ എ മൈനസ് ബി കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം. എല്ലാവരും എ മൈനസ് ബിയുടെ ഡെഫിനിഷൻ നോക്കുക. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെന്റ് ആയിരിക്കണം, പക്ഷെ ബിയിൽ ഉണ്ടാവരുത്. അതാണ് ഡെഫിനിഷൻ പറയുന്നത്. പക്ഷെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എയിൽ നിന്ന് ബിയിലത്തെ എലമെന്റ്സ് മാറ്റി നിർത്തും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എയിലെ എലമെന്റ്സ് 1 2 3 4 അങ്ങനെ 4 എലമെന്റ്സ് ആണ് എയിലുള്ളത്. പക്ഷേ അതില് 3 4 എന്നീ എലമെന്റ്സ് ബിയിലും ഉണ്ട്. ഓക്കെ, 3 4 എന്നുള്ള എലമെന്റ്സ് ബിയിലും ഉണ്ട്. ബിയിലെ എലമെന്റ്സിനെ നമ്മൾ മാറ്റി നിർത്തണം, എന്നാലേ നമുക്ക് എ മൈനസ് ബി കിട്ടും. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലെ 4 എലമെന്റ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒക്കെ ബിയിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തണം. ഇവിടെ 3ഉം 4ഉം ബിയിലത്തെ എലമെന്റ്സ് ആണ്, അതിനെ നമ്മൾ എയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ബാക്കി 2 എലമെന്റ്സേ വരുള്ളൂ, 1ഉം 2ഉം മാത്രമേ വരുള്ളൂ. അപ്പൊ എ മൈനസ് ബി എന്നുള്ള സെറ്റ് 1, 2 ആണ്. ഇതേപോലെ നമുക്ക് ബി മൈനസ് എ ചെയ്യാം. ബി മൈനസ് എയുടെ ഡെഫിനിഷൻ ബിയിൽ നിന്ന് എയിലത്തെ എലമെന്റ്സ് നമ്മൾ മാറ്റി നിർത്തും. അപ്പൊ ബിയിലെ എലമെന്റ്സ് 3 4 5 6 എന്നീ 4 എലമെന്റ്സ് ആണ് ബിയിലുള്ളത്. പക്ഷെ അതിലെ 3, 4 എന്നീ എലമെന്റ്സ് എയിലുമുണ്ട്. ഓക്കെ, 3ഉം 4ഉം എയിലും ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു, ബിയിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പൊ ബിയിലത്തെ എലമെന്റ്സിൽ നിന്ന് എയിലെ എലമെന്റ്സ് മാറ്റി നിർത്തുമ്പോൾ 3 4 5 6ലെ 3ഉം 4ഉം മാറ്റേണ്ടി വരും നമുക്ക്. ബാക്കി 5ഉം 6ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബി മൈനസ് എ എന്ന സെറ്റില് 5ഉം 6ഉം മാത്രമേ വരൂ. ഓക്കെ, സെറ്റ് 5, 6 വരുള്ളൂ. കാരണം 3ഉം 4ഉം എയിലുള്ളത് കൊണ്ട് അതിന് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരാവശ്യം. ഇതാണ് നമ്മൾ ഡിഫറൻസ് എന്നുള്ള ഒരു ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഓപ്പറേഷൻ കൂടി നമുക്കുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഒരു സെറ്റിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്, യൂണിവേഴ്സൽ സെറ്റ്. അതായത് ഏതെങ്കിലും ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ അതിലെ സുപ്രീമം ആയിട്ടുള്ള സെറ്റ്, അതായത് ഏറ്റവും വലിയൊരു സെറ്റ് ഉണ്ടാവും. ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് റൂമിലെ മൊത്തം സ്റ്റുഡൻസിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോമാണോ എടുക്കുന്നത്, അതായത് ഏതൊരു മേഖലയിൽ നിന്നാണോ നമ്മൾ ഒരു സർവേ നടത്തുന്നത്, അവിടുത്തെ ആ ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ടോട്ടൽ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. അതായത് ഏറ്റവും വലിയ സെറ്റ്, അതിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. ആ യൂണിവേഴ്സൽ സെറ്റിനെ ക്യാപിറ്റൽ യു വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ആ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള ഒരു കണ്ടീഷൻ, ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 4ാമത്തെ ഓപ്പറേഷൻ ആയിട്ടുള്ള കോംപ്ലിമെന്റ് ഡിഫൈൻ ചെയ്യുന്നത്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, അതാണ് നമ്മുടെ 4ാമത്തെ ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. നമ്മളതിനെ എ കോംപ്ലിമെന്റ്, എ എഴുതിയിട്ട് മുകളിലൊരു 1 എന്നുള്ളൊരു സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. എ കോംപ്ലിമെന്റിന്റെ ഡെഫിനിഷൻ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അതായത് എ കോംപ്ലിമെന്റിന്റെ ഡെഫിനിഷൻ അത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, പക്ഷേ എ എന്ന സെറ്റിൽ ഉണ്ടാവരുത്. കുട്ടികൾ അങ്ങനെയല്ല ചെയ്യാറുള്ളത്. ഏറ്റവും എളുപ്പം ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ എയിൽ ഇല്ലാത്ത എലമെന്റ്സ് ഏതൊക്കെയാണോ അത് എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എയിൽ ഇല്ലാത്ത എലമെന്റ്സ്, പക്ഷെ അത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണോ അതാണ് എ കോംപ്ലിമെന്റിൽ ഇൻക്ലൂഡഡ് ആവുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ കോംപ്ലിമെന്റിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് 1 2 3 4 5 കൺസിഡർ ചെയ്തു. എ എന്ന സെറ്റിലെ 1 3 5 കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് ഡെഫിനിഷൻ പ്രകാരം എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം, പക്ഷെ എയിൽ ഉണ്ടാവരുത്. അല്ലെങ്കിൽ എളുപ്പം എയിൽ ഇല്ലാത്ത എലമെന്റ്സ് ഏതൊക്കെയാണോ അത് നിങ്ങൾ എഴുതിയാൽ മതി. എയിൽ ഇവിടെ ഉള്ളത് 1 3 5 എന്നീ എലമെന്റ്സ് ആണ് എയിൽ ഉള്ളത്. അപ്പൊ അതിൽ ഇല്ലാത്ത എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 2ഉം 4ഉം ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ 6 7 8 അതൊന്നും എഴുതുന്നില്ല.
എന്തുകൊണ്ടാന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റിലെ 5 വരെയുള്ള എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് മാത്രമേ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 2ഉം 4ഉം ആണ് എയുടെ കോംപ്ലിമെന്റിൽ വരും. ഓക്കെ, ഈ ഒരു 4 ഓപ്പറേഷൻസ് ആണ് നിങ്ങൾ ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്കൊരു 2-3 ഫോർമുല കൂടി ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കുറച്ച് വരും. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടായിരിക്കണം. ചാപ്റ്റർ 1 എന്തുകൊണ്ടാണ് പഠിക്കണേന്ന് വെച്ചാൽ അതിന് നമുക്ക് കുറച്ച് ഉപയോഗങ്ങളുണ്ട്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. മാത്സിന്റെ ഏതൊരു ചാപ്റ്ററിനും അതിന് ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. സെറ്റ്സിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ പ്രോബ്ലംസിലേക്ക് ഒരു 4 ഫോർമുല ഉണ്ട്. ആ ഫോർമുല നിങ്ങൾ പഠിക്കണം. ആ ഫോർമുല പഠിച്ചാൽ ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 4 ഫോർമുല ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോർമുല n of A union B equal to n of A plus n of B minus n of A intersection B. അതിൽ n of A എന്ന് പറഞ്ഞാൽ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതാണ് n of A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ A എന്നുള്ളത് സെറ്റ് 1, 2, 3 ആണെങ്കിൽ n of A എന്നത് 3 ആയിരിക്കും. അതായത് n of A കൊണ്ട് ഉദ്ദേശിക്കുന്നത് A എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതാണ് നമ്മൾ n of A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫോർമുല പറയുന്നത് A യൂണിയൻ ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എയിലെ നമ്പർ ഓഫ് എലമെന്റ്സും ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സും ആഡ് ചെയ്യുക. അതിൽ നിന്ന് A ഇന്റർസെക്ഷൻ ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് മൈനസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫോർമുല പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ഫോർമുലയാണ് n of A യൂണിയൻ ബി ഈക്വൽ ടു n of A പ്ലസ് n of B മൈനസ് n of A ഇന്റർസെക്ഷൻ B. രണ്ടാമത്തെ ഫോർമുല നോക്കാം. n of A മൈനസ് ബി. n of A മൈനസ് ബിയുടെ ഫോർമുല ഇത്രയേ ഉള്ളൂ. n of A യിൽ നിന്ന് n of A ഇന്റർസെക്ഷൻ B മൈനസ് ചെയ്യുന്നു. ഓക്കെ, അതായത് n of A മൈനസ് ബി എന്ന് പറയുമ്പോൾ n of A യിൽ നിന്ന് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എയിൽ നിന്ന് നമ്പർ ഓഫ് എലമെന്റ്സ് കോമൺ ആയിട്ടുള്ളത് മൈനസ് ചെയ്യുന്നു. അതാണ് n of A മൈനസ് ബിയിൽ വരും. മൂന്നാമത്തെ ഫോർമുല നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് n of A കോംപ്ലിമെന്റിനെ കുറിച്ചിട്ടാണ്. n of A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്ത എലമെന്റ്സിന്റെ എണ്ണം കിട്ടാനുള്ള ഒരു ഫോർമുലയാണ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ n of U വിൽ നിന്ന് n of A മൈനസ് ചെയ്താണ്. ഓക്കെ, അതായത് യൂണിവേഴ്സൽ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സിൽ നിന്ന് എയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് A കോംപ്ലിമെന്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടും. ഈ മൂന്നാമത്തതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് കുറവാണ്, പക്ഷെ നമുക്ക് ചില പ്രോബ്ലംസിന്റെ ഇടയിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു റിസൾട്ട് ആണ്. നാലാമത്തെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. അതായത് n of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്. അതിന്റെ ഫോർമുല n of U മൈനസ് n of A യൂണിയൻ B. അതാണ് n of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന പ്രോബ്ലംസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം കൂടി ഞാൻ പറയാം. ഇത് എങ്ങനത്തെ പ്രോബ്ലംസിലാന്ന് വെച്ചാൽ നൈദർ നോർ എന്ന് കാണും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അതില് നൈദർ നോർ കാണാം. അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, അതേപോലെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നൈദർ നോർ എന്ന് പറയുമ്പോൾ രണ്ടും ഇഷ്ടപ്പെടാത്തവരുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസിലാണ് നമ്മൾ ഈ നാലാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തെ ഫോർമുല ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതും നാലാമത്തെ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയാണ് 4 ഫോർമുലാസ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർമുലാസ് എല്ലാവരും ക്ലിയർ ആക്കി വെക്കണം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഈ ഫോർമുലാസിനെ ബേസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അതിൽ വരില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം.
in a school there are 400 students. Okay. 400 കുട്ടികളുണ്ട്. അതില് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, ഓക്കെ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 150 പേരാണ്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികള് 250 കുട്ടികളാണെന്ന് വിചാരിക്കുക. ബോത്ത്, അതായത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ രണ്ടും ഇഷ്ടപ്പെടുന്നവർ 75 പേരാണ്, 75 ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരിക ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻസ് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ. ഓക്കെ, ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ, അതായത് ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ ഇഷ്ടപ്പെടുന്ന എത്ര കുട്ടികളുണ്ടോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. രണ്ടാമത് എങ്ങനെയാ വരാന്ന് വെച്ചാൽ ക്രിക്കറ്റ് ബട്ട് നോട്ട് ഫുട്ബോൾ, അതായത് ക്രിക്കറ്റ് ഇഷ്ടമാണ് പക്ഷെ ഫുട്ബോൾ ഇഷ്ടമല്ല, അങ്ങനെയുള്ള എത്ര കുട്ടികളുണ്ടോ അതാണ്. ആ ടൈപ്പിലാണ് വേറൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് ഇമ്പോർട്ടന്റ്, നൈദർ ക്രിക്കറ്റ് നോർ ഫുട്ബോൾ. നൈദർ ക്രിക്കറ്റ് നോർ ഫുട്ബോൾ, അതായത് ക്രിക്കറ്റും ഇഷ്ടമല്ല ഫുട്ബോളും ഇഷ്ടമല്ല, അങ്ങനെയുള്ള എത്ര കുട്ടികളുണ്ടോ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരിക. അതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. തന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് എഴുതി വെക്കാം. ഈ സ്കൂളിൽ ആകെ 400 കുട്ടികളാണ്, അതായത് അവിടുത്തെ പ്ലാറ്റ്ഫോം എന്നുള്ളത് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് വരിക. അപ്പൊ N of U എന്നുള്ളത് 400 ആണ്. പിന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികള് 150 പേരാണ്. അപ്പൊ നമ്മൾ N of C ഈക്വൽ ടു 150 എന്ന് എഴുതാം. ഓക്കെ. പിന്നെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികള് 250 പേരാണ്. അപ്പൊ നമുക്ക് N of F എന്ന് എഴുതാം, അല്ലെങ്കിൽ N of B എന്ന് എഴുതാം കേട്ടോ. N of C എന്ന് എഴുതണമെന്നില്ല, N of A എന്ന് എഴുതാം. എന്നിട്ട് നമ്മള് ഈ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സെറ്റ് ആയിട്ട് നമ്മൾ A എന്ന് എഴുതി വെക്കണം. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സെറ്റ് ആയിട്ട് നമ്മൾ B എന്ന് എഴുതി വെച്ചാൽ മതി. അങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ നമ്മൾ ഫോർമുല എപ്പോഴും എയും ബിയും ഉപയോഗിച്ചിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സെറ്റ് ആയിട്ട് A എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സെറ്റ് ആയിട്ട് B എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ സെറ്റ് A ആണ്, അത് 150 നമ്മൾ എഴുതി. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 250 പേരാണ്. അപ്പൊ N of B ഈക്വൽ ടു 250 എഴുതി. രണ്ടും ഇഷ്ടപ്പെടുന്നവര് 75 കുട്ടികളാണ്. ബോത്ത് എന്ന് പറഞ്ഞ രണ്ടും, അതായത് ആൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാ വരിക. അപ്പൊ ഇന്റർസെക്ഷൻ ആണത്. N of A ഇന്റർസെക്ഷൻ B എന്നുള്ളത് 75 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. N of E 400, N of A 150, N of B 250, N of A ഇന്റർസെക്ഷൻ B 75. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ ആണ്. ഓക്കെ, ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ. ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ ആവുമ്പോ N of A യൂണിയൻ B ആണ് വരിക. കാരണം ഓർ എന്ന് പറഞ്ഞ യൂണിയൻ ആണ്. സി എന്നുള്ളത് നമ്മൾ A എന്ന സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫുട്ബോൾ ഇഷ്ടമുള്ളവരുടെ നമ്മൾ B എന്ന സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ ആയതുകൊണ്ട് N of A or B, അതായത് N of A യൂണിയൻ B ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. N of U 400 ആണ്. പിന്നെ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവര് N of A 150 ആണ്. ഫുട്ബോൾ ഇഷ്ടമുള്ളവര് N of B 250 ആണ്. രണ്ടും ഇഷ്ടമുള്ളവര്, അതായത് ഇന്റർസെക്ഷൻ 75 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് N of A യൂണിയൻ B കാൽക്കുലേറ്റ് ചെയ്യണം. N of A യൂണിയൻ B കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല N of A പ്ലസ് N of B മൈനസ് N of A ഇന്റർസെക്ഷൻ B. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതില് N of A എന്നുള്ളത് 150 ആണ്, N of B എന്നുള്ളത് 250 ആണ്, മൈനസ് N of A ഇന്റർസെക്ഷൻ B എന്നുള്ളത് 75 ആണ്. അപ്പൊ അതില് ആൻസർ 150 പ്ലസ് 250 400 വരും.
അത് നമ്മൾ 75 മൈനസ് ചെയ്യണം. 400 മൈനസ് 75 എന്നുള്ളത് 325 വരും. അതാണ് ആൻസർ വരും. ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ ഇഷ്ടപ്പെടുന്ന 325 കുട്ടികളാണുള്ളത്. 325 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് ബട്ട് നോട്ട് ഫുട്ബോൾ. അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കണം, പക്ഷേ ഫുട്ബോൾ ഇഷ്ടപ്പെടരുത്. അങ്ങനെയുള്ള എത്ര കുട്ടികളുണ്ടോ അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ക്രിക്കറ്റിന്റെ എ ആണ്, ഫുട്ബോളിന്റെ ബി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് n(a - b) ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം എയില് ഇൻക്ലൂഡഡ് ആയിരിക്കണം, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കണം, പക്ഷെ ബിയിൽ ഇൻക്ലൂഡഡ് ആവരുത്, ഫുട്ബോൾ ഇഷ്ടമാവരുത്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ n(a - b) ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം അത് രണ്ടാമത്തെ ഫോർമുലയാണ്. അപ്പൊ n(a)യിൽ നിന്ന് n(a)(b) ആണ് മൈനസ് ചെയ്യേണ്ടത്. അതിൽ n(a) എന്നുള്ളത് 150 ആണ്, n(a)(b) എന്നുള്ളത് 75 ആണ്. 150 75 മൈനസ് ചെയ്യുമ്പോൾ 75 ആണ് ആൻസർ വരിക. അതായത് ക്രിക്കറ്റ് ഇഷ്ടമാണ്, പക്ഷെ ഫുട്ബോൾ ഇഷ്ടമല്ല. അങ്ങനെയുള്ള 75 കുട്ടികളുണ്ട്. 75 സ്റ്റുഡൻസ് ആണ് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ലാസ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കൂടി ഒന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നൈദർ നോർ ആണ്. അതായത് രണ്ടും ഇഷ്ടമല്ലാത്തവർ, നൈദർ ക്രിക്കറ്റ് നോർ ഫുട്ബോൾ ആണ്. രണ്ടും ഇഷ്ടമല്ലാത്തവർ എത്ര പേരുണ്ടോ അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പൊ നൈദർ നോറിന്റെ നാലാമത്തെ ഫോർമുലയാണ് n(a) കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ b കോംപ്ലിമെന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കണേന്ന് വെച്ചാൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമില്ലാത്തവരാണ്, ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഇഷ്ടമില്ലാത്തവരാണ്. കാരണം എ എന്നത് ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരാണ്, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്തവരാണ്, അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടമില്ല. ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഇഷ്ടമില്ലാത്തവർ. നടുക്കിൽ ഇന്റർസെക്ഷൻ വെക്കുന്നത് കൊണ്ട് ക്രിക്കറ്റും ഇഷ്ടമല്ല ആൻഡ് ഫുട്ബോളും ഇഷ്ടമല്ല. അങ്ങനെയുള്ള വിഭാഗക്കാരാണ് ഇതിൽ വരിക. ഇത് നമ്മുടെ നാലാമത്തെ ഫോർമുലയാണ്. ഫോർമുല പ്രകാരം n(u - n(a) യൂണിയൻ b അതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, അതിലെ n(u) യൂണിവേഴ്സൽ സെറ്റിലെ 400 സ്റ്റുഡൻസ് ആണുള്ളത്. ഈ n(a) യൂണിയൻ b എന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 325 എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 400 മൈനസ് 325 വരും. അതിന്റെ വാല്യൂ 75 ആണ് വരിക. അപ്പൊ 75 കുട്ടികൾക്ക് ക്രിക്കറ്റും ഇഷ്ടമല്ല, അതേപോലെ ഫുട്ബോളും ഇഷ്ടമല്ല. ഓക്കെ, അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിലത്തെ മൂന്നാമത്തെ പ്രോബ്ലം എന്നുള്ളത് ഒരു ഡി മോർഗൻസ് ലോ എന്ന ലോന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ആ ലോ കൂടി ഞാനൊന്ന് പറയാം. ആ ഡി മോർഗൻസ് ലോ എന്താ പറയണെന്ന് വെച്ചാൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്നുള്ളത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ഈ രണ്ട് ലോസിനെയാണ് നമ്മൾ ഡി മോർഗൻസ് ലോസ് എന്ന് പറയാം. ആ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് സെറ്റ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ വരുന്നത്. ഈസി ചാപ്റ്റർ ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക് ആയിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.